ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലായിരിക്കും ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നവർക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാം. പക്ഷേ അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഈ വീഡിയോ കാണുക. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ജേണൽ എൻട്രി നമ്മൾ എങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ജേണൽ എൻട്രി എന്ത് ചെയ്യും, കാണാതെ പഠിച്ചുകൊണ്ട് പോകും. അപ്പോൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് മറന്നു പോയാൽ നമുക്കത് ഓർത്തെടുക്കാൻ പറ്റത്തില്ല. അതേസമയം അതിൻ്റെ ഒരു മെക്കാനിസം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ജേണൽ എന്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തു അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്തു എന്നറിയാമെങ്കിൽ നമുക്കത് ആലോചിച്ച് എഴുതിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ട്രാൻസാക്ഷൻസ് ബേസിക് ആയിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പർച്ചേസ് മെഷീനറി ബൈ ക്യാഷ് 50,000 രൂപ കൊടുത്ത് നമ്മൾ എന്ത് വാങ്ങി, ഒരു മെഷീനറി വാങ്ങി. അപ്പോൾ ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പ്, ഒന്നാമത്തെ സ്റ്റെപ്പ് ഞാനിവിടെ ഒന്നെന്ന് എഴുതുന്നു. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, 2 അക്കൗണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ 2 അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മെഷീനറിയാണ് വാങ്ങിയത്. എന്താണ് വാങ്ങിയത്? മെഷീനറിയാണ് വാങ്ങിയത്. അപ്പം നമ്മുടെ ബിസിനസ്സിലോട്ട് മെഷീനറി വന്നു. അപ്പം നമ്മളാണ് കടയിലിരിക്കുന്നതെങ്കിൽ നമ്മൾ മെഷീനറി വാങ്ങി പൈസ കൊടുത്തു എങ്കിൽ നമ്മൾ എന്തെന്നും പറഞ്ഞ് എഴുതി വയ്ക്കും, നമുക്ക് മെഷീനറി കിട്ടി, നമ്മളെ 50,000 പോയി എന്ന് എഴുതി വയ്ക്കും. ആ സെയിം സംഭവം തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. നമ്മുടെ ബിസിനസ്സിലോട്ട് എന്ത് വന്നു, ഒരു മെഷീനറി വന്നു. അപ്പോൾ ഒന്നാമത്തെ അക്കൗണ്ട് നമുക്ക് കിട്ടി, മെഷീനറി. ഞാനിവിടെ മെഷീനറി എന്ന് കാണിച്ചു, ഒന്നാമത്തെ അക്കൗണ്ട് മെഷീനറി. രണ്ടാമത്തെ അക്കൗണ്ട് ഏതാണ്, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു മെഷീനറി വാങ്ങിയത്, നമ്മൾ പൈസ കൊടുത്താണ് വാങ്ങിയത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്യാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, പൈസ കൊടുത്താണ് വാങ്ങിയത്. അപ്പോൾ രണ്ടാമത്തെ അക്കൗണ്ട് നമുക്ക് കിട്ടി ക്യാഷ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, ഞാനിവിടെ ഒരു ടിക്ക് കൊടുത്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടെത്തിയ അക്കൗണ്ട് ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് എന്ന് കണ്ടുപിടിക്കണം. അത് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മെഷീനറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 5 ഗ്രൂപ്പുണ്ട്: അസറ്റ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ്. ഈ 5 ഏതാണ് മെഷീനറിയുടെ ഗ്രൂപ്പ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. മെഷീനറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു അസറ്റാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഞാനിവിടെ അസറ്റ് എന്ന് എഴുതി, മെഷീനറി ഒരു അസറ്റാണെന്ന് എഴുതി. ക്യാഷ് നമുക്ക് എന്താണ്, ഒരു അസറ്റാണ്. അപ്പോൾ ചില ആൾക്കാർക്കൊരു മിസ്റ്റേക്ക് വരും, ക്യാഷ് പോയതായത് കൊണ്ട് ഇതിനെ ഒരു എക്സ്പെൻസ് ആയിട്ട് എടുക്കാറുണ്ട്. അത് ഒരു മിസ്റ്റേക്കാണ്. ക്യാഷ് വന്നോ പോയോ എന്ന് നോക്കേണ്ട കാര്യമില്ല. ക്യാഷ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഒരു അസറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാനുള്ളത്, ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പ് അസറ്റ്, അതിൻ്റെ വാല്യൂ എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടെത്തണം. ഒന്നെങ്കിൽ വാല്യൂ എന്ത് ചെയ്യും, വാല്യൂ കൂടും, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കുറയും. ഇൻക്രീസ് ഓർ ഡിക്രീസ്, അതിൽ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ മെഷീനറി എന്ന് പറയുന്ന അസറ്റിൻ്റെ വാല്യൂ ഇവിടെ എന്ത് പറ്റുന്നു, നമ്മുടെ ബിസിനസ്സിലോട്ട് മെഷീനറി വന്നു. നമ്മുടെ ബിസിനസ്സിലോട്ട് മെഷീനറി വന്നാൽ ബിസിനസ്സിൽ മെഷീനറി കൂടി, അതായത് അസറ്റ് കൂടി എന്നർത്ഥം. അപ്പോൾ ഞാനിവിടെ എന്തെന്ന് എഴുതി, ഇൻക്രീസ് എന്ന് എഴുതി. അസറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻക്രീസ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ക്യാഷിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടുപിടിക്കണം. ക്യാഷ് അസറ്റാണെന്ന് നമുക്കറിയാം, പക്ഷേ ഇവിടെ അസറ്റിനെ കുറയുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ കയ്യിലിരുന്ന 50,000 രൂപ നമ്മൾ ഒരാൾക്ക് കൊടുത്തിട്ടാണ് ഈ സാധനം വാങ്ങിയത്. അപ്പോൾ 50,000 രൂപ അവിടെ പുറത്തോട്ട് പോയി, പൈസ കുറഞ്ഞു. അപ്പോൾ ഡിക്രീസ് എന്ന് കാണിച്ചു. ഇനി നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് റൂള് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്ലൈ ചെയ്യുന്നത്. അസറ്റും എക്സ്പെൻസും കൂടിയാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇവിടെ അസറ്റ് കൂടി, അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. അസറ്റ് എക്സ്പെൻസ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. ക്യാഷ് അസറ്റ് കുറഞ്ഞു, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി നമുക്ക് കിട്ടി, മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഇവിടെ 50,000 കാണിക്കുന്നു, ഇവിടെ 50,000 കാണിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ജേണൽ എൻട്രി. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം ക്യാഷിനെ ഇവിടെ ക്രെഡിറ്റ് ചെയ്തേക്കുന്നു. അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ക്യാഷ് പോയി എന്നാണ്. ഇവിടെ മെഷീനറി നമുക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ബേസിക്. ഇനി ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും പറഞ്ഞു പോകുന്നത്. അപ്പോൾ രണ്ടാമത്തത് നോക്കാം, സോൾഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് 20,000. നമ്മൾ 20,000 രൂപയ്ക്ക് നമ്മുടെ കയ്യിലിരുന്ന ഫർണിച്ചർ വിറ്റു. അപ്പോൾ ഫർണിച്ചർ വിൽക്കുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, 2 അക്കൗണ്ട് ഏതൊക്കെയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നാമത്തെ അക്കൗണ്ട് നമുക്കറിയാം ഫർണിച്ചറാണ്, നമുക്കറിയാം ഫർണിച്ചറാണല്ലോ വിൽക്കുന്നത്. അപ്പോൾ വിൽക്കുന്നത് എന്താണ്, നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കുക. നമ്മുടെ കടയിലിരുന്ന ഒരു ഫർണിച്ചർ വിറ്റു എന്ന് പറയുമ്പോൾ ഫർണിച്ചർ പോയി ക്യാഷ് വന്നു എന്ന് നമ്മൾ എഴുതി വയ്ക്കും. ആ സെയിം മെക്കാനിസമാണ് അപ്ലൈ ചെയ്യുന്നത്. ഒന്നാമത്തെ അക്കൗണ്ട് നമുക്ക് കിട്ടി ഫർണിച്ചർ എന്ന് പറയുന്ന അക്കൗണ്ട്. അപ്പോൾ ഫർണിച്ചർ എന്ന് പറയുന്ന അക്കൗണ്ട്, ഫർണിച്ചറാണ് പുറത്തോട്ട് പോയത്, ഫർണിച്ചർ എന്ന് പറഞ്ഞ് കാണിച്ചു. രണ്ടാമത്തെ അക്കൗണ്ട് ക്യാഷ്, നമുക്ക് ക്യാഷാണ് കിട്ടിയത്. അപ്പോൾ രണ്ടാമത്തെ അക്കൗണ്ട് ക്യാഷ് എന്ന് കാണിച്ചു.
ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രൂപ്പ് കണ്ടെത്തണം. ഫർണിച്ചറിൻ്റെ ഗ്രൂപ്പ് നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ എന്താണ്, ഒരു അസറ്റാണെന്ന് നമുക്കറിയാം. ക്യാഷും നമുക്കറിയാം എന്താണ്, ഒരു അസറ്റാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് കണ്ടുപിടിച്ചതുപോലെ എന്താണ്, ഇതിൻ്റെ വാല്യൂ കൂടുന്നോ കുറയുന്നു. ഇവിടെ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ സോൾഡ് ചെയ്തു, അതായത് ഫർണിച്ചർ നമ്മൾ വിറ്റു, ഫർണിച്ചർ പുറത്തോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഫർണിച്ചർ 20,000 രൂപയുടെ ഫർണിച്ചർ പോയി. അപ്പോൾ 20,000 രൂപയുടെ അസറ്റ് അവിടെ കുറഞ്ഞു. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അസറ്റാണ്, അസറ്റ് ഇവിടെ കുറഞ്ഞു, അസറ്റ് പുറത്തോട്ട് പോയി. അപ്പോൾ അസറ്റിൻ്റെ അവിടെ ഞാൻ ഡിക്രീസ് എന്ന് കാണിച്ചു, അസറ്റ് അവിടെ കുറഞ്ഞു. ഇനി ക്യാഷും അസറ്റാണ്, പക്ഷേ ക്യാഷിന് എന്ത് പറ്റി, 20,000 രൂപ നമുക്ക് കിട്ടി, സാധനം വിറ്റപ്പോൾ പൈസ കിട്ടി, 20,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ നമ്മുടെ കയ്യിൽ 20,000 രൂപ വന്നു, 20,000 രൂപ നമ്മുടെ കയ്യിൽ കൂടി, അസറ്റ് കൂടി. ഞാനിവിടെ ഇൻക്രീസ് എന്ന് കാണിച്ചു. ഇനി നമുക്ക് നമ്മുടെ ബേസിക് റൂൾ നമുക്ക് എടുക്കാം. അസറ്റ് കുറഞ്ഞു, അപ്പോൾ ക്രെഡിറ്റ്, അസറ്റ് കൂടി, ഡെബിറ്റ്. അപ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ടിന് ഞാൻ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ഇനി ഫർണിച്ചർ അക്കൗണ്ടിന് ഞാൻ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഫർണിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ്. ക്യാഷ് കിട്ടി എന്നാണ് ഇവിടെ അർത്ഥം, ക്യാഷിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഫർണിച്ചർ പോയി എന്നാണ് അർത്ഥം, ഫർണിച്ചറിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കൂ, റിസീവ്ഡ് കമ്മീഷൻ 2,000, നമുക്ക് 2,000 രൂപ കമ്മീഷൻ കിട്ടി. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കിവിടെ ക്യാഷ് ആയിട്ടാണ് കമ്മീഷൻ കിട്ടിയത് 2,000 രൂപ. അപ്പോൾ ഞാനിവിടെ ഒന്നാമത്തെ അക്കൗണ്ട് ക്യാഷ് എന്ന് കാണിച്ചു, ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ടാണ് ഒന്നാമത്തെ അക്കൗണ്ട്, നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ അക്കൗണ്ട് നമുക്ക് എന്താണ് കിട്ടിയത്, കമ്മീഷനാണ് കിട്ടിയത്. അപ്പോൾ രണ്ടാമത്തെ അക്കൗണ്ട് ഞാനിവിടെ എഴുതുന്നു, കമ്മീഷൻ എന്ന് എഴുതി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിൻ്റെ ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 ജേണൽ എൻട്രിയിൽ പഠിച്ച സെയിം സംഭവമാണ്, കാണാതെ പഠിക്കുക. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അസറ്റാണ്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ കമ്മീഷൻ കിട്ടുകയാണോ പോവുകയാണോ നോക്കണം. നമ്മൾ ചിലപ്പോൾ കമ്മീഷൻ കൊടുക്കും, നമ്മുടെ ആൾക്കാർക്കൊക്കെ നമ്മൾ കമ്മീഷൻ കൊടുക്കാറുണ്ട്, നമുക്ക് കമ്മീഷൻ കിട്ടാറുണ്ട്. ഇവിടെ റിസീവ്ഡ് ആണ്. റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി എന്നാണ് അർത്ഥം. കമ്മീഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരു ഇൻകം ആയിട്ട് പരിഗണിക്കാം. അസറ്റ്, ലൈബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്, ക്യാപിറ്റൽ, ഈ 5 ഗ്രൂപ്പിൽ നിന്നും ഏതെങ്കിലും ഒരു ഗ്രൂപ്പായിരിക്കും നമ്മൾ കണ്ടെത്തുന്ന അക്കൗണ്ടിൻ്റെ ഗ്രൂപ്പ്. അപ്പോൾ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇൻകമാണ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ വാല്യൂ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ക്യാഷ് അസറ്റാണ്, നമുക്ക് പൈസ കിട്ടി എന്ന് പറഞ്ഞാൽ പൈസ കൂടി എന്നാണ് അർത്ഥം, നമ്മുടെ കയ്യിലോട്ട് പൈസ വന്നു, അപ്പോൾ അസറ്റ് കൂടി. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇൻകമാണ്, നമുക്ക് ഇൻകം കൂടി, 2,000 രൂപ നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്നു, അതായത് നമുക്ക് വരുമാനം കൂടി. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഇൻക്രീസ് ആണ്. ഇനി നമുക്ക് നമ്മുടെ റൂൾ എടുക്കാം. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്, അസറ്റ് കൂടിയാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഇൻകം കൂടിയാൽ നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ക്രെഡിറ്റ്. അപ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു കമ്മീഷൻ അക്കൗണ്ട് ക്രെഡിറ്റ്. നെക്സ്റ്റ് ഗുഡ്സ് സോൾഡ് ടു അനിൽ ക്രെഡിറ്റ് 2,000. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റ് ഉണ്ട്. ഒന്ന്, നമ്മൾ ആർക്കാണ് സാധനം വിൽക്കുന്നത്, അനിൽ എന്ന് പറയുന്ന ആൾക്കാണ് വിൽക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് വിൽക്കുന്നത്, ക്രെഡിറ്റിനാണ് വിൽക്കുന്നത്. ഈ ഒരു പോയിന്റാണ് ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് വിൽക്കുന്നത്, ക്രെഡിറ്റിനാണ് വിൽക്കുന്നത്. നമുക്ക് എന്ത് കിട്ടുന്നില്ല, പൈസ അയാൾ തരുന്നില്ല. നമ്മൾ സാധനം വിറ്റു, പക്ഷേ പൈസ തരുന്നില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മൾ വിൽക്കുന്നത് എന്താണ്, ഗുഡ്സ് ആണ് വിൽക്കുന്നത്. അപ്പോൾ ഗുഡ്സ് വാങ്ങുന്നത് നമ്മൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗുഡ്സ് നമ്മൾ വാങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, വിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ, ഇപ്പോൾ ഗുഡ്സ് ഞാൻ പർച്ചേസ് ചെയ്തു, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് വിൽക്കാൻ വേണ്ടിയായിട്ടായതുകൊണ്ട് നമ്മൾ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിനല്ല കാണിക്കുന്നത്. ഗുഡ്സ് വാങ്ങുന്നത് വിൽക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൻ്റെ ഉള്ളിൽ കാണിക്കും. ഗുഡ്സ് വാങ്ങുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഗുഡ്സ് വാങ്ങുമ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ കാണിക്കും. ഈ സെയിം ഗുഡ്സ് തന്നെ, ഇപ്പോൾ ഒരു 2,000 രൂപയുടെ ഗുഡ്സ് ഉണ്ട്, ഈ സെയിം ഗുഡ്സ് തന്നെ നമ്മൾ വിൽക്കുമ്പോൾ ഈ 2,000-ൽ നിന്നും അല്ലേ കുറയേണ്ടത്. 1,000 രൂപയുടെ ഗുഡ്സ് വിറ്റു, അപ്പോൾ നിലവിൽ ഇനി എത്ര രൂപയുടെ സാധനം നമ്മുടെ കയ്യിലുണ്ട്, 1,000 രൂപയുടെ സാധനം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ സാധനം ഗുഡ്സ് വിൽക്കുമ്പോൾ ഈ 2,000-ൽ നിന്നാണ് കുറയേണ്ടത്. അപ്പോൾ ഗുഡ്സ് സോൾഡ് ചെയ്യുമ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് കാണിക്കും. അപ്പോൾ ഒന്നാമത്തെ അക്കൗണ്ട് നമുക്ക് കിട്ടി, എന്താണ്, സെയിൽസ് എന്നുള്ളതാണ് ഒന്നാമത്തെ അക്കൗണ്ട്. ഓക്കെ. രണ്ടാമത്തെ അക്കൗണ്ട്, ഇവിടെ കടത്തിനാണ് സാധനം വിൽക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നിട്ട് ഒരു സാധനം കടത്തിന് വാങ്ങിയാൽ അവരെന്ത് ചെയ്യും, നമ്മുടെ പേര് എഴുതി വെക്കും. നമ്മൾ ഒരാൾക്ക് സാധനം കടത്തിന് കൊടുത്താൽ നമ്മൾ പേര് എഴുതി വെക്കും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പേര് എഴുതി വെക്കണം. ആരാണ് സാധനം കൊണ്ടുപോയത്, ആരാണ് പൈസ തരാനുള്ളത്, അനിൽ. അപ്പോൾ രണ്ടാമത്തെ അക്കൗണ്ട് അനിൽ. അവിടെ അനിലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആദ്യം നമുക്ക് സെയിൽസ് എടുക്കാം. എന്താണ് സെയിൽസ് എന്ന് നോക്കാം. സെയിൽസ് നമുക്കറിയാം എന്താണ്, ഒരു ഇൻകമാണ്. ഇവിടെ 2,000 രൂപ നമുക്ക് കിട്ടുന്നതായിട്ട് സങ്കല്പിക്കുക. നമുക്ക് കിട്ടുന്നതാണ്, നമുക്ക് എപ്പോഴായാലും ഇയാൾ തരാനുള്ളതാണ്. അപ്പോൾ ഇൻകം കൂടുന്നു, ഇൻകം ഇൻക്രീസ് കാണിച്ചു.
ഇവിടെ അനിലെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് എന്താണ് ഒരു അസറ്റായിരിക്കും. ഒരിക്കലും ഇതൊരു ലയബിലിറ്റിയോ ഇൻകമോ അല്ല. നമുക്ക് പൈസ തരാനുള്ള ആളാണ് ഇയാൾ. നമുക്ക് ഭാവിയിൽ നമുക്ക് എപ്പോഴായാലും പൈസ കൊണ്ട് തരും. 2000 രൂപ നമുക്ക് ഒരു അസറ്റായിട്ട് ഇപ്പോൾ കിടക്കുകയാണ്. നമുക്ക് ഇയാൾ എപ്പോഴെങ്കിലും ഇയാൾ നമുക്ക് പൈസ കൊണ്ട് തരും. അപ്പോൾ ഇതൊരു അസറ്റാണ്. നമ്മൾ കടത്തിന് സാധനം വിറ്റു. അപ്പോൾ ഇവിടെ അസറ്റിൻ്റെ വാല്യൂ കൂടുന്നു. ഇയാൾ നമുക്ക് പൈസ തരും. എപ്പോഴായാലും അസറ്റിൻ്റെ വാല്യൂ കൂടുന്നു. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ കൂടിയാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഇൻകം കൂടിയാൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി അനിൽ അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് എന്നുള്ള ജേണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്യുക, പാസ് ചെയ്യുക. ഇതേപോലെ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. നിങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ. അതായത് പർച്ചേസ് മിഷനറി ഫ്രം രാജേഷ് ഫോർ ക്യാഷ് 1000. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമ്മൾ വാങ്ങുകയാണ്. എന്താണ് പർച്ചേസ് ചെയ്യുന്നത്? മിഷനറിയാണ് വാങ്ങിയത്. അപ്പോൾ മിഷനറി വാങ്ങി, അപ്പോൾ നമ്മുടെ ബിസിനസ്സിലോട്ട് മിഷനറി വന്നു. ഞാൻ മിഷനറി എന്ന് കാണിച്ചു. ഈ മിഷനറി എന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണെന്ന് നമുക്കറിയാം. നമ്മുടെ ബിസിനസ്സിലോട്ട് അസറ്റ് വന്നാൽ അസറ്റിൻ്റെ വാല്യൂ അവിടെ കൂടുന്നു, ഇൻക്രീസ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ നേരത്തെ ചെയ്തത് എന്താണ്? അനിലെന്ന് പറയുന്ന പേര് കാണിച്ചു. കാരണം അനിൽ നമുക്ക് പൈസ തരാനുള്ളത് കൊണ്ടാണ്. ഇവിടെ നമ്മൾ സാധനം വാങ്ങുന്നത് ആരുടെ അടുത്ത് നിന്നാണ്? രാജേഷിൻ്റെ അടുത്ത് നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, രണ്ടാമത്തെ അക്കൗണ്ടായിട്ട് എന്തെടുക്കും? രാജേഷിനെ ക്രെഡിറ്റ് ചെയ്യും. കാരണം രാജേഷ് നമുക്ക് പൈസ തരാനുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ സാധനം വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ രാജേഷിന് പൈസ കൊടുക്കാനുണ്ടോ? ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് വായിക്കുക. ഫോർ ക്യാഷ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫോർ ക്യാഷ് 1000. അതായത് നമ്മൾ സാധനം വാങ്ങി, മിഷനറി വാങ്ങി, 1000 രൂപയുടെ മിഷനറി വാങ്ങി. രാജേഷിന് നമ്മൾ 1000 രൂപ കൊടുത്തു. ഇവിടെ പൈസ കൊടുത്തു. പേര് കാണിച്ചിരിക്കുന്നത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ക്യാഷ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പൈസ കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ അക്കൗണ്ട് ക്യാഷാണ്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തു. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. നമ്മുടെ അസറ്റ് വാല്യൂ എന്ത് പറ്റുന്നു? അസറ്റ് കുറയുന്നു. നമ്മൾ 1000 രൂപ ആർക്ക് കൊടുത്തു? രാജേഷിന് കൊടുത്തു. ഇവിടെ മിഷനറി അസറ്റ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യും, അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ ജേണൽ എൻട്രി മിഷനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്.